ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ആ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ വേണ്ടി പോകുന്നത് നല്ല ടേസ്റ്റി ആൻഡ് ക്രിസ്പി ആയിട്ടുള്ള ബ്രെഡ് പൊട്ടാറ്റോ റോൾസ് ആണ്. അപ്പോൾ അത് തയ്യാറാക്കാൻ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് നമ്മളൊരു പൊട്ടാറ്റോ കഴുകി വൃത്തിയാക്കി മുറിച്ച് കുക്കറിനകത്ത് ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കണം. അതിനുശേഷം നമ്മുടെ ബ്രെഡ് ഓരോന്നായിട്ട് എടുത്ത് വെള്ളത്തിൽ മുക്കിയിട്ട് നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുത്ത് മാറ്റി വെക്കണം. ഇനി നമുക്ക് ഓരോ ഇൻഗ്രീഡിയൻസ് ആയിട്ട് ചേർക്കാം. ഫസ്റ്റ് നമ്മൾ മാറ്റി വെച്ച പൊട്ടാറ്റോ ചേർക്കണം, പിന്നെ ഒണിയൻ ചേർക്കണം, പിന്നെ നമ്മൾ ഇവിടെ ഒരു പച്ചമുളകാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് ചെറുതായിട്ടൊന്ന് അരിഞ്ഞിട്ട് ചേർക്കുക. ചെറുതായിട്ട് ഒരു 3-4 തണ്ട് മല്ലിയിലയും കൂടെ ചേർക്കണം. ഇനി നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കണം. ഞങ്ങൾ ഇവിടെ ഒരു 3/4 ടീസ്പൂൺ ഉപ്പാണ് ചേർത്തിരിക്കുന്നത്. നമുക്ക് പൊടികൾ ചേർക്കാം. ആദ്യം മുളക് പൊടി, പിന്നെ 1 ടീസ്പൂൺ ഗരം മസാല, പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് കൈകൊണ്ട് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഒരു 5 മിനിറ്റ് നേരം ഇത് മിക്സ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കിനും ഒരു ബ്രൗൺ കളറാവും. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുത്ത് മാറ്റി വെക്കണം. അതിനുശേഷം നമ്മുടെ കയ്യിൽ ഒരല്പം എണ്ണയും കൂടെ തൂക്കിയിട്ട് നമ്മുടെ ഈ മിക്സിനകത്ത് നിന്ന് കുറച്ച് ഭാഗങ്ങളാക്കി എടുത്ത് ഓരോ ബോൾസാക്കി നമുക്ക് മാറ്റിയെടുക്കാം. അങ്ങനെ ഇപ്പം ഞങ്ങളിവിടെ 8 ബോൾസ് ആക്കി എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മളൊരു മിക്സിൻ്റെ ജാറിലോട്ട് കുറച്ച് ബ്രെഡ് ഒന്ന് പൊടിച്ചെടുക്കണം. അങ്ങനെ നമ്മുടെ ബ്രെഡ് ക്രംസ് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഈ മാറ്റി വെച്ചിരിക്കുന്ന ബോൾസ് ഓരോന്നായിട്ട് എടുത്ത് ബ്രെഡ് ക്രംസിൽ നന്നായിട്ടൊന്ന് കോട്ട് ചെയ്ത് നമ്മുടെ എണ്ണയിലിട്ടൊന്ന് പൊരിച്ചെടുക്കണം. നമ്മുടെ പാൻ ചൂടായി കഴിയുമ്പോഴത്തേക്കിനും ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് ഓരോ ബോൾസ് ആയിട്ട് ഇട്ടാണ് നമ്മളിവിടെ പൊരിച്ചെടുക്കുന്നത്. അപ്പോൾ ഒരു 10 മിനിറ്റ്സ് ഒരു സൈഡും അടുത്ത ഒരു 10 മിനിറ്റ്സും കൂടി വെയിറ്റ് ചെയ്യുമ്പോഴത്തേക്കിനും 2 സൈഡും നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് മാറുന്നതായിരിക്കും. അപ്പോഴേക്കും നമ്മുടെ സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം ഒരു സ്പൂൺ എടുത്തിട്ട് നമുക്ക് ഈ ബോൾസൊക്കെ വേറൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാവുന്നതാണ്. അപ്പോൾ ഇത് നമുക്ക് ടൊമാറ്റോ സോസിൻ്റെ കൂടെയൊക്കെ ഒന്ന് സെർവ് ചെയ്യാൻ ഇഷ്ടമാണ്. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ വളരെ അപ്രതീക്ഷിതമായിട്ട് ഗസ്റ്റൊക്കെ വരികയാണെങ്കിൽ വീട്ടിലുള്ള മിനിമം ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമുക്ക് അടിപൊളി സൂപ്പർ ടേസ്റ്റി ആയിട്ട് ഈ പൊട്ടാറ്റോ ബോൾസ് നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒരു റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തും. അപ്പോൾ നിങ്ങളുടെ വീട്ടിലെ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ നോമ്പ് തുറക്കുന്നവർക്കൊക്കെ ഇത് നല്ലൊരു ബെസ്റ്റ് റെസിപ്പി ആയിരിക്കും. ഇൻഗ്രീഡിയൻസിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഞങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇതിന് ഇൻഗ്രീഡിയൻസിൻ്റെ ലിസ്റ്റ് കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് അത് റെഫർ ചെയ്യാം. എല്ലാവരും ഒന്ന് ട്രൈ ഔട്ട് ചെയ്യുക. ഓക്കെ, ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.